കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മാറ്റത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. 10 വർഷക്കാലം കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം നിയന്ത്രിച്ച പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് കരുത്തൻ ഒടുവിൽ പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ച് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് മാറിയിരിക്കുന്നു. അതേസമയം തന്റെ അസാധാരണമായ വാക്ചാതുരി കൊണ്ടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം കൊണ്ടും ജനമനസ്സുകളിൽ ഇടം നേടിയ വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ആ കസേരയിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വൻ രാഷ്ട്രീയ അട്ടിമറിയുടെയും അതിനു പിന്നിലെ അന്തർനാടകങ്ങളുടെയും നേർക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ അസാധാരണമായ വാക്ചാതുരി തന്നെയാണ്. KSU പ്രവർത്തകനായിരുന്ന കാലം മുതൽക്കേ പ്രസംഗവേദികളിൽ വി.ഡി. സതീശൻ ഒരു അത്ഭുതമായിരുന്നു. കേരളത്തിലെ അക്കാലത്തെ എവിടെ പ്രസംഗ മത്സരങ്ങൾ നടന്നാലും അവിടെ വി.ഡി. സതീശൻ ഉണ്ടാകുമായിരുന്നു. സമ്മാനം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു താനും. എന്നാൽ കേവലം വാക്ചാതുരിയിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോയ നേതാവല്ല അദ്ദേഹം. കഠിന പ്രയത്നത്തിലൂടെ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. വി.ഡി. സതീശൻ എന്ന പാർലമെന്റേറിയനെ കേരള സമൂഹം നെഞ്ചിലേറ്റുന്നത് അദ്ദേഹം പ്രതിപക്ഷത്തിലിരുന്ന് സഭയെ നിയന്ത്രിച്ച കാലഘട്ടത്തിലാണ്. അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ ഭരണപക്ഷത്തെ നേരിടണമെങ്കിൽ, പ്രത്യേകിച്ച് V.S. അച്യുതാനന്ദനെ പോലൊരു ജനകീയ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കണമെങ്കിൽ വി.ഡി. സതീശന്റെ വാക്ചാതുരിയും പഠന വിവരവും അത്യന്താപേക്ഷിതമാണെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശന് ആവശ്യത്തിലധികം പ്രോത്സാഹനമാണ് അന്ന് ഉമ്മൻചാണ്ടി നൽകിയത്. ആ പ്രോത്സാഹനമാണ് അന്നത്തെ കരുത്തനായ ധനമന്ത്രി തോമസ് ഐസക്കുമായുള്ള ചരിത്രപ്രധാനമായ ഏറ്റുമുട്ടലിലേക്ക് വി.ഡി. സതീശനെ നയിച്ചത്. തന്റെ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തോമസ് ഐസക് സതീശനെ ഒരു പരസ്യ സംവാദത്തിന് ക്ഷണിക്കുകയായിരുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് ലോട്ടറി മാഫിയെക്കുറിച്ച് നടന്ന ആ സംവാദത്തിൽ തോമസ് ഐസക് എന്ന ധനതത്വശാസ്ത്രജ്ഞൻ വി.ഡി. സതീശന്റെ കൃത്യമായ വിവരങ്ങൾക്കും ചോദ്യങ്ങൾക്കും മുൻപിൽ എട്ടുനിലയിൽ പൊട്ടി തകർന്നുപോയി. ഒരൊറ്റ സംവാദമാണ് വി.ഡി. സതീശനെ കോൺഗ്രസിന്റെയും UDF-ന്റെയും മുൻനിര പോരാളിയായി മാറ്റിയത്. എന്നാൽ കഴിവും ജനപ്രീതിയും ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയത്തിൽ വെട്ടപ്പെടുക എന്നത് വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എക്കാലത്തും സംഭവിച്ച വലിയൊരു ദുരന്തമായിരുന്നു. അതിന്റെ തെളിവായിരുന്നു പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ വി.ഡി. സതീശനെ മന്ത്രിസ്ഥാനത്ത് നിന്നും ഒതുക്കപ്പെട്ടത്. പക്ഷേ പ്രതിഭയെ അധികകാലം മൂടിവെക്കാൻ ആർക്കും കഴിയില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു വി.ഡി. സതീശന്റെ പിന്നീടുള്ള രാഷ്ട്രീയ പ്രയാണം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ കേരള നിയമസഭ കണ്ടത് തീപ്പൊരി പാറുന്ന സംവാദങ്ങളായിരുന്നു. പിണറായി വിജയൻ എന്ന ശക്തനായ മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കാൻ തന്റെ വാക്ചാതുരി കൊണ്ട് വി.ഡി. സതീശന് സാധിച്ചു. നിയമസഭയിൽ വി.ഡി. സതീശൻ എഴുന്നേറ്റ് നിന്നാൽ പിണറായി വിജയന്റെ മുഖം അസ്വസ്ഥമാകുമായിരുന്നു. പലതവണയാണ് സഭയിൽ പിണറായി നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചത്. എന്നാൽ ഭയന്നു പിന്മാറാൻ വി.ഡി. സതീശൻ തയ്യാറായിരുന്നില്ല. പേടിച്ചെന്ന് പറഞ്ഞേക്കൂ എന്ന ശക്തമായ നിലപാടായിരുന്നു അദ്ദേഹത്തിന്. സഭയ്ക്ക് പുറത്ത് വലിയ സമരപരിപാടികൾക്കോ ജനകീയ പ്രക്ഷോഭങ്ങൾക്കോ വി.ഡി. സതീശൻ നേതൃത്വം നൽകിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിമാരെ നേരിടുന്നത് ഒരൽപ്പം ആദരവോടെയും ബഹുമാനത്തോടെയുമാണ്. പിണറായി വിജയൻ എന്ന നേതാവ് അത്തരമൊരു ആദരവ് പ്രതിപക്ഷത്തിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുകയുണ്ടായിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ ആ ആദരവ് നൽകാൻ കൂട്ടാക്കിയില്ല. ജനങ്ങളുടെ മനഃശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു വി.ഡി. സതീശൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നത് ഇടതുമുന്നണിയുടെ വലിയൊരു വാശിയായിരുന്നു. നുണയൻ കഥകൾ എന്ന പേരിൽ വി.ഡി. സതീശനെതിരെ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറക്കപ്പെട്ടു. വി.ഡി. സതീശൻ പറയുന്നതെല്ലാം നുണയാണെന്ന് വരുത്തി തീർക്കാൻ തീവ്ര ശ്രമമാണ് സൈബർ ഇടങ്ങളിൽ നടന്നത്. വലിയൊരു സൈബർ ആക്രമണം തന്നെ വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ വല്ലഭന് പുല്ലുമായുധം എന്ന മട്ടിൽ സൈബർ ആക്രമണങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. ആ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് 10 വർഷം പിണറായി വിജയൻ ഇരുന്ന ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് വി.ഡി. സതീശൻ ഇപ്പോൾ ആവിഷ്ടനായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി നടക്കുമ്പോൾ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയായാലും വി.ഡി. സതീശൻ ആകരുത് എന്ന വാശി സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഉള്ളതുപോലെ തന്നെ CPM-നും ഉണ്ടായിരുന്നു. കാരണം വി.ഡി. സതീശനെ നേരിടുക എന്നത് എത്രത്തോളം പ്രയാസകരമാണെന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ എല്ലാ എതിർപ്പുകളെയും അപ്രസക്തമാക്കിക്കൊണ്ട് വി.ഡി. സതീശൻ ആ പരമോന്നത കസേരയിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ ഇവിടെയാണ് നാടകീയമായ അടുത്ത രംഗം അരങ്ങേറുന്നത്. പിണറായി ഇരുന്ന കസേരയിലേക്ക് വി.ഡി. സതീശൻ എത്തുമ്പോൾ വി.ഡി. സതീശൻ ഇരുന്ന പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് പിണറായി വിജയൻ എത്തുകയാണ്. ഈ വലിയ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിയായി പിണറായി വിജയൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഒരു
ഒരുപോലെ കരുതിയിരുന്നത്. വി.ഡി. സതീശൻ നേരത്തെ തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും പിണറായി അതിനെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. പരാജയത്തിന്റെ നാണക്കേടിൽ വി.ഡി. സതീശൻ ഇരുന്ന കസേരയിൽ വന്നിരുന്ന് വാദപ്രതിവാദം നടത്താൻ ഇനി പിണറായി വിജയന് കഴിയില്ലെന്നും അദ്ദേഹം സ്വയം പിന്മാറുമെന്നുമായിരുന്നു പൊതുവെയുള്ളൊരു പ്രതീക്ഷ. ഇത് തന്നെയാണ് CPM-ലെ വലിയൊരു വിഭാഗം ആഗ്രഹിച്ചത്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ച ധാർഷ്ട്യത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും അഹങ്കാരത്തിന്റെയും പാത കൈവിടിഞ്ഞ് എളിമയുടെയും നന്മയുടെയും രാഷ്ട്രീയത്തിലേക്ക് പാർട്ടി മടങ്ങേണ്ടിയിരുന്നു. പിണറായിയുടെ ധാർഷ്ട്യത്തിന് കൂട്ടുപിടിച്ചു നിന്ന ഒട്ടുമിക്ക മന്ത്രിമാരും നേതാക്കളും ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളാൽ ദയനീയമായി തോൽപ്പിക്കപ്പെട്ടു. പിണറായിയുടെ ഇത്തരം തെറ്റായ ശൈലികൾക്ക് കൂട്ടുനിൽക്കാതെ മാന്യത പുലർത്തിയ ഏക നേതാവായ KN ബാലഗോപാലൻ മാത്രമാണ് കഷ്ടിച്ചാണെങ്കിലും ജയിച്ചു വന്നത്. അദ്ദേഹം CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് KN ബാലഗോപാലന്റെ പേര് മാത്രമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ CPM സംസ്ഥാന സമിതി യോഗത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എല്ലാ ജനാധിപത്യ മര്യാദകളെയും അണികളുടെ വികാരത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. ഈ മഹാതോൽവിയുടെ യഥാർത്ഥ ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ജനങ്ങൾ വോട്ട് ചെയ്തത് ഇടതുപക്ഷ നയങ്ങൾക്കോ CPM-നോ എതിരെയല്ല, മറിച്ച് പിണറായിയുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരെയാണ്. പിണറായിയുടെ ഈ ശൈലിയോടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും ആദ്യ 6 റൗണ്ടുകളിൽ പിണറായി പിന്നോട്ട് പോയത്. CPM-ന്റെ ഉരുക്കുകോട്ടകളായ പേരാമ്പ്രയിലും തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പും തകർന്നു വീണത് ഈ ജനരോഷം കൊണ്ടുതന്നെയാണ്. പാർട്ടി പ്രവർത്തകരുടെ സ്വാഭാവികമായ താല്പര്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്തത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. രക്തസാക്ഷി ഫണ്ട് പോലും മോഷ്ടിച്ച് പിണറായിസ്റ്റ് നേതാവിനെതിരെ വോട്ട് ചെയ്ത് CPM ഗ്രാമങ്ങളിൽ തോൽവി ഉറപ്പാക്കിയത് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. ഈ വൃത്തികേടുകൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും ശാരീരികമായി ബുദ്ധിമുട്ടുന്ന പിണറായി വിജയൻ താനല്ലാതെ മറ്റാരുണ്ട് എന്ന ഉളുപ്പില്ലാത്ത മുദ്രാവാക്യം മുഴക്കിയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവായി എത്തിയിരിക്കുന്നത്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പുനർജന്മം നൽകാൻ പാർട്ടി അണികൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും പിണറായി അതിന് സമ്മതിക്കുന്നില്ല. പാർട്ടിയെ നവീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകർ കണ്ണീരോടെ വോട്ട് ചെയ്ത് പുറത്താക്കിയിട്ടും പിണറായി ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്നുമില്ല. കാരണം പിണറായി വിജയന് അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അല്പമെങ്കിലും രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ താൻ ഇത്രയധികം പരിഹസിച്ച വി.ഡി. സതീശന്റെ കസേരയിൽ വന്നിരിക്കാൻ പിണറായിക്ക് കഴിയുമോ? തന്റെ കസേര വി.ഡി. സതീശന് വിട്ടുകൊടുക്കേണ്ടി വന്നതിന്റെ പകരം വീട്ടലാണോ ഇത്? പക്ഷേ പിണറായിയുടെ മുന്നിൽ ധാർമ്മികതയൊന്നും ഒരു വിഷയമേ അല്ല. തനിക്ക് അകമ്പടി വാഹനങ്ങൾ വേണം, സംസ്ഥാന സർക്കാരിന്റെ ചുവപ്പ് ലൈറ്റ് കറങ്ങുന്ന വാഹനം വേണം, താമസിക്കാൻ സർക്കാരിന്റെ ആഡംബര ബംഗ്ലാവ് വേണം, തന്നെ ശുശ്രൂഷിക്കാൻ സർക്കാർ ശമ്പളത്തിൽ 30ഓളം ജീവനക്കാരെങ്കിലും വേണം. ഇതൊക്കെ ലഭിക്കുന്ന ഏക ഔദ്യോഗിക പദവി പ്രതിപക്ഷ നേതൃസ്ഥാനമായതുകൊണ്ട് ഈ പാർട്ടിയെ തകർത്തുകൊണ്ട് പിണറായി ആ കസേരയിൽ പോയിരിക്കുന്നു. CPM-ന് ഇതിലും വലിയൊരു ഗതികേട് വരാനുണ്ടോ? ആ പാർട്ടിയിലെ ഒരു നേതാവിനും പിണറായിക്കെതിരെ സംസാരിക്കാൻ നട്ടല്ലില്ല. 18 വർഷം പാർട്ടി സെക്രട്ടറി പദവിയിലിരുന്ന് ആ പാർട്ടിയെ മുഴുവനായി വിഴുങ്ങി തന്റെയും തന്റെ മക്കളുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ച പിണറായിയോട് ഇന്നും അധികാരഭ്രഷ്ടനായിട്ടും എഴുന്നേറ്റ് മാറണമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ സഖാവ് പോലും പാർട്ടിയിലില്ല. ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. എന്തിനാണ് പിണറായി വിജയൻ ഈ അടുത്ത് മറ്റൊരു വസതി കൂടി ആവശ്യപ്പെട്ടത്? പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസ് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. വരുന്ന 5 വർഷവും പുതിയ ആസൂത്രണങ്ങൾ നടത്തി പാർട്ടിയെ മുച്ചോട് മുടിപ്പിച്ച് ആർക്കെങ്കിലും കയ്യിൽ കൊടുക്കാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ തവണത്തെ 99 സീറ്റിൽ നിന്നും വെറും 35 സീറ്റ് എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലേക്കാണ് പാർട്ടിയെ തള്ളിവിട്ടതും ആ കസേരയിൽ കയറിയിരുന്ന് മുന്നണിയെ നയിക്കാൻ പിണറായിക്ക് എങ്ങനെ സാധിക്കുന്നു? പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗിക വസതിയുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുമുണ്ട്, പോലീസ് എസ്കോർട്ടും പേഴ്സണൽ സ്റ്റാഫും അഡീഷണൽ സെക്രട്ടറിയും അടങ്ങുന്ന വലിയൊരു പരിവാരമുണ്ട്. പോരാത്തതിന് ക്യാബിനറ്റ് പദവിയുമുണ്ട്. വെറുതെ ഒരു MLA ആയി നിയമസഭയിൽ വന്നിരിക്കുന്ന കാര്യം പിണറായിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സ്റ്റാലിനെയും മമതയെയും പോലുള്ള മറ്റ് ഏകാധിപതികൾ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ ഇയാൾ ഇവിടെ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. എന്നാൽ അയാളുടെ മാത്രം ഭാഗ്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആകെ നിർഭാഗ്യമായി പോയി. മുൻപ് രാഷ്ട്രീയ എതിരാളികളും സോഷ്യൽ മീഡിയയും പിണറായി വിജയന്റെ ആഡംബര ജീവിതത്തെയും വിദേശയാത്രകളെയും കുറിച്ച് ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ അധികാരമോഹമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. 82 വയസ്സായി നേതാവിന് വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം ഇനിയും ദൂർത്തടിക്കണമെന്ന്
എന്നോർക്കുമ്പോൾ ജനങ്ങൾക്ക് പുച്ഛം തോന്നുന്നു. CPM എന്ന പാർട്ടി ഈ വൻ പരാജയത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല. ഇപ്പോഴും സ്തുതിപാഠകരുടെ വാഴ്ത്തുപാട്ടുകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. പാർട്ടിയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി മാറിക്കൊടുക്കാമായിരുന്നില്ലേ എന്നൊരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയോട് ചോദിക്കാൻ ആർക്കും അവകാശമില്ലേ? കാരണം അധികാരം സ്വയമേ വിട്ടൊഴിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ ചരിത്രം ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ജീവിതകാലം മുഴുവൻ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് സുഖലോലുപതയിൽ ജീവിക്കുക എന്നത് മാത്രമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളും സ്വന്തം ജീവിതത്തിലോ കുടുംബത്തിലോ ഈ ആശയങ്ങൾ നടപ്പാക്കാറില്ല എന്ന ചരിത്രം ഇവിടെയും ആവർത്തിക്കുകയാണ്. ഇഷ്ടമല്ലെങ്കിൽ കൂടി മരണം വരെ ഇങ്ങനെയുള്ളവരെ ജനങ്ങൾ സ്വന്തം നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റണമെന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം ബാക്കിയാവുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.